Let's start learning English. Hello, welcome to 19th class. 19ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പോൾ സന്തോഷത്തോടെ അറ്റൻഡൻസ് ഇട്ടോളൂ. 1 ഒരു കുത്തിടുക, എന്നിട്ടൊരു സ്പേസ് ഇടുക, എന്നിട്ട് പേരെഴുതുക. നിങ്ങൾ പ്രസൻറ്റ് എന്നൊക്കെ എഴുതി സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടാക്കല്ലേ. നിങ്ങൾ പ്രസൻറ്റിന് സ്പെല്ലിംഗ് എഴുതുന്ന PRASENT, PRASANT, PRESANT അങ്ങനെയൊക്കെയാണ്. ശരിക്കും പ്രസൻറ്റ് എന്നുള്ള വാക്കിൻ്റെ സ്പെല്ലിംഗ് എന്താണ്? PRESENT. എനിക്ക് ചീത്തപ്പേരുണ്ടാക്കല്ലേ പ്ലീസ്. 1 കുത്ത് സ്പേസ് നിങ്ങളുടെ പേര്, അത് മാത്രം എഴുതിയാൽ മതി. ഇതിലൊന്നും എവിടെയും മിസ്റ്റേക്ക് വരില്ല. ഓക്കെ ഓക്കെ അല്ലേ? എല്ലാവരും അറ്റൻഡൻസ് ഇട്ടില്ലേ? നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ നമ്മൾ സ്ഥിരം ചെയ്യാലോ അല്ലേ? V1 ഫോം, ബേസ് ഫോം ഓഫ് നമ്മൾ ഇതുവരെ പഠിച്ച ആക്ഷൻ വേർഡ്സ്. ഓക്കെ, എന്നിട്ട് അതിൻ്റെ അർത്ഥവും. ഓക്കെ, റെഡി? 1 2 3 സ്റ്റാർട്ട്. റൺ ഓടുക, ജംപ് ചാടുക, ഈറ്റ് തിന്നുക, ബ്രഷ് പല്ല് തേക്കുക, റീഡ് വായിക്കുക, ഡ്രിങ്ക് കുടിക്കുക, വാഷ് കഴുകുക, പ്ലേ കളിക്കുക, സിറ്റ് ഇരിക്കുക, വാക്ക് നടക്കുക, ഗോ പോകുക, കം വരിക, ക്ലൈം കയറുക, ഫ്ലൈ പറക്കുക, സ്വിം നീന്തുക, ടേർ കീറുക, കുക്ക് പാചകം ചെയ്യുക, കട്ട് മുറിക്കുക, റൈറ്റ് എഴുതുക, ലേൺ പഠിക്കുക, സ്റ്റാൻഡ് നിൽക്കുക, സ്ലീപ്പ് ഉറങ്ങുക, ഡാൻസ് നൃത്തം ചെയ്യുക, സിംഗ് പാടുക, പ്രേ പ്രാർത്ഥിക്കുക, ഡ്രോ വരക്കുക, വെയർ ധരിക്കുക, പുട്ട് ഇടുക, ടേക്ക് എടുക്കുക, സീ കാണുക, വാച്ച് കാണുക വീക്ഷിക്കുക, ഗ്രോ വളരുക വളർത്തുക, കോം ചീകുക, ബീറ്റ് അടിക്കുക തോൽപ്പിക്കുക, ഹിറ്റ് ഇടിക്കുക, കിക്ക് തൊഴിക്കുക, പ്രിപ്പയർ തയ്യാറാവുക തയ്യാറാക്കുക, മേക്ക് ഉണ്ടാക്കുക. ഓക്കെ അല്ലേ? ഇപ്പോഴെല്ലാവർക്കും ഒരു സ്പീഡ് കൂടിയിട്ടുണ്ടാവും അല്ലേ? ടീച്ചറുടെ കൂടെ പറഞ്ഞ് വീണ്ടും 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 പറയണം. എത്ര തവണ പറയാൻ പറ്റുന്നോ അത്രത്തോളം പറയണം. അതൊക്കെ എന്താണ്? പ്രാക്ടീസാണ്. ഓക്കെ, നമുക്ക് എല്ലാം അറിയാം, പക്ഷെ എന്നാലും നമ്മൾ വീണ്ടും ആവർത്തിച്ച് പറയുമ്പോഴാണ് അത് പ്രാക്ടീസ് ആവുന്നത്. അപ്പോഴാണ് നമ്മൾ കൂടുതൽ മെച്ചപ്പെടുന്നത്. കുറച്ചുകൂടി നാച്ചുറൽ ആയിട്ട് നമുക്ക് ശബ്ദങ്ങളും വാക്കുകളൊക്കെ പുറത്തേക്ക് വരും. ഓക്കെ, അപ്പൊ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞല്ലോ. സെക്കൻഡ് അറ്റൻഡൻസ് ഇട്ടോളൂ. 2 കുത്ത്, എന്നിട്ട് നിങ്ങളുടെ പേര്, അതിനുശേഷം ഈ കൂട്ടത്തിൽ, ഇപ്പൊ ഈ പറഞ്ഞ കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്കേത്? ഇതുവരെ എഴുതിയത് എഴുതരുത്, ഇതുവരെ എഴുതാത്തത് എഴുതണം. ഓക്കെ, സെക്കൻഡ് അറ്റൻഡൻസ് എല്ലാവരും എഴുതിക്കോളൂ. ഓക്കെ, നമ്മൾ ഇന്ന് ആദ്യം പഠിക്കാൻ പോകുന്ന വാക്കാണ് പഠിപ്പിക്കുക. ആരാണ് നമ്മളെ പഠിപ്പിക്കുക? നമ്മുടെ അധ്യാപകരാണ് നമ്മളെ പഠിപ്പിക്കുക അല്ലേ? നമ്മൾ ഇംഗ്ലീഷിലേക്ക് അധ്യാപകർ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് പറയും? ടീച്ചേഴ്സ്. ടീച്ചേഴ്സ്. ഓക്കെ, ടീച്ചേഴ്സ്. നമ്മുടെ ടീ, ചായ, ടീ. ഓക്കെ, ടീ എന്നുള്ളതിൽ ഒരു ച് ചേർത്തു, ടീച്ച്. അല്ലെങ്കിൽ ഈച്ച് എന്നുള്ള വാക്കിന്റെ മുന്നിൽ ഒരു ടി ചേർത്തു, ടി എന്ന ആൽഫബറ്റ്. അപ്പോൾ ടീച്ച്. പിന്നെ മൊത്തത്തിൽ നമുക്ക് 2-3 കോലത്തിൽ അതിനെ പറയാം അല്ലേ? ഒന്ന് ജസ്റ്റ് TEACH, പിന്നെ ഒന്ന് എന്ത് പറയാം? ചായക്ക് മുന്നിൽ ഒരു CH ചേർത്തു, ടീയുടെ മുന്നിൽ ഒരു CH ചേർത്തു, TEACH. അതല്ലെങ്കിൽ ഈച്ച് എന്ന വാക്കിന് മുന്നിൽ ഒരു ടി ചേർത്തു, TEACH. എങ്ങനെ ചേർത്ത് കഴിഞ്ഞാലും എന്ത് തന്നെ കിട്ടണം? ടീച്ച്. ടീച്ച്, പഠിപ്പിക്കുക. ടീച്ച്, പഠിപ്പിക്കുക. V1 ഫോം, ബേസ് ഫോം. ടീച്ച്, പഠിപ്പിക്കുക. സ്പെല്ലിംഗ് ശ്രദ്ധിക്കുക. TEACH, 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 TEACH. ഓക്കെ, ടീച്ച്, പഠിപ്പിക്കുക. ടീച്ച്. ആ ചിത്രം നോക്കൂ. ഇടതുവശത്തുള്ള ടീച്ചർ
ടീച്ച് ചെയ്യുകയാണ് എന്ന് എങ്ങനെ മനസ്സിലായി? പുസ്തകം കയ്യിലുള്ളതുകൊണ്ടാണോ? അല്ല അല്ലേ, കയ്യിലാ വടി ഉള്ളതുകൊണ്ടാണ് അല്ലേ? സത്യമല്ലേ? വെറും പുസ്തകവുമായി നിൽക്കുന്ന ഒരു വ്യക്തിയാണതെങ്കിൽ അത് ടീച്ചറാണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? ഇല്ല. അത് കയ്യിലൊരു വടി കൂടി ഉള്ളത് കൊണ്ടാണ് നമുക്കതെന്ത് മനസ്സിലായത്? ഷീ ഇസ് എ ടീച്ചർ, ഷീ ഇസ് എ ടീച്ചർ, ഷീ ഇസ് എ ടീച്ചർ. അതുപോലെ തന്നെ ഇതാ വലതുവശത്ത് എന്താ നമ്മൾ കാണുന്നത്? ഒരു റെഡ് ഡ്രസ്സിങ്ങിലുള്ള ഒരു ലേഡി. ഗേളിന് നമുക്ക് ലേഡി പറയാം, കാരണം എന്താ, കുറച്ച് ബാക്കിയുള്ളവരൊക്കെ നല്ല ചെറിയ മക്കളെ പോലെ ഉണ്ടല്ലേ. അപ്പം അതൊരു ടീച്ചർ ആണ് എന്ന് നമ്മൾ എങ്ങനെ മനസ്സിലാക്കുന്നു? ആ ടീച്ചറുടെ കയ്യിൽ എന്തുണ്ട്? ഒരു ആപ്പിളിന്റെ പടം ഉണ്ട് അല്ലേ? അത് കാണിച്ച് 3 പേരോട് എന്തോ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു, ഒരു കാര്യം കാണിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിൽ അതാരാണ്? ഷീ ഇസ് എ ടീച്ചർ. അപ്പൊ നമ്മൾ ലെഫ്റ്റില് ആ കയ്യിലുള്ള വടി കാരണമാണല്ലേ ടീച്ചർ ആണ് എന്ന് മനസ്സിലാക്കിയത്. റൈറ്റിലാണെങ്കിലോ ആ കയ്യിലുള്ള ചിത്രം ഫ്ലാഷ് കാർഡ് ഓഫ് ആപ്പിൾ, ഫ്ലാഷ് കാർഡ് ഓഫ് ആപ്പിൾ അത് കണ്ടപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഷീ ഈസ് എ ടീച്ചർ. ഓക്കെ, അപ്പോഴും നമ്മൾ ഒരു ടീച്ചർ എന്നുള്ള ആ ഒരു ഫിഗറിനെ നമ്മൾ മനസ്സിലാക്കുക എങ്ങനെയാണ്? സംതിങ് റെപ്രസെന്റിങ് ടീച്ചിങ്, സംതിങ് റെപ്രസെന്റിങ് ടീച്ചിങ് വിൽ ബി ദർ ഇൻ ദ പേഴ്സൺസ് ഹാൻഡ് അല്ലേ? ആ വ്യക്തിയുടെ കയ്യിൽ എന്തുണ്ടാവും? പഠിപ്പിക്കുന്നു എന്ന് തോന്നിപ്പിക്കുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കി തരുന്ന രീതിയിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാവും. എന്നാലേ നമുക്ക് മനസ്സിലാവും. വെറും പുസ്തകം കൊണ്ടുപോകുന്നത് ഒരു സ്റ്റുഡൻ്റ് ആവാം അല്ലേ? വലിയ സ്റ്റുഡൻസ് ഇല്ലേ, ഡിഗ്രി, PG, PhD ഒക്കെ പഠിക്കുന്നത് സ്റ്റുഡൻസ് ആണ്. ഓക്കെ, അവരൊക്കെ ആവാം. പക്ഷെ അത് ടീച്ചർ ആണ് എന്ന് ഉറപ്പിക്കുന്ന എന്താണ്? അങ്ങനെയുള്ള വസ്തുക്കളാണ് അല്ലേ? അപ്പൊ ഈ ചിത്രം ഓർത്തു വെക്കുക, ആ വടിയുള്ളതാണ് ടീച്ചർ. ഓക്കെ, മനസ്സിലായല്ലോ? എൻ്റെ കയ്യിലും വടിയുണ്ട്, പക്ഷെ ഞാനതൊന്നും പുറത്തെടുക്കുന്നില്ല എന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ, നമ്മളിപ്പോൾ പഠിച്ച വാക്ക് ഏതാണ്? ടീച്ച്, TEACH, TEACH. ഓക്കെ, ടീച്ച്. ഇനി പഠിപ്പിച്ചു എന്ന് പറയണം നമുക്ക് അല്ലേ? V1 ഫോം, ബേസ് ഫോം, ടീച്ച്, പഠിപ്പിക്കുക. പഠിപ്പിച്ചു എന്നെങ്ങനെ പറയാം? taught, TAUGHT. ഈ താളത്തിൽ തന്നെ പഠിച്ചു. ഓക്കെ, TAUGHT, TAUGHT. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കാം, ഇവരെന്തിനാണ് ഇങ്ങനെ സ്പെല്ലിംഗ് ഇട്ടത്? ഇത് ഞാനും ചിന്തിച്ചിരുന്നു. ഓക്കെ, ഞാനും പണ്ട് ചിന്തിച്ചിരുന്നു, എന്തിനാണ് ഇങ്ങനെയൊക്കെ സ്പെല്ലിങ് അല്ലേ? എന്നിട്ട് വായിക്കുന്നതോ ടോട്ട്. ടോട്ട് എന്ന് പറയുന്ന സമയത്ത് നമ്മളത് എന്താണ്, അതിന്റെ ഉച്ചാരണത്തിന്റെ ഇതെടുത്ത് നോക്കുവാണെങ്കിൽ ജസ്റ്റ് 4 ലെറ്റേഴ്സേ ഉണ്ടാവുള്ളൂ ആ ഉച്ചാരണം കാണിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇതിൽ എത്രമാതിരി ലെറ്റേഴ്സ് അല്ലേ? പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റില്ല, പഠിച്ചേ പറ്റുള്ളൂ. ടീച്ച്, V1 ഫോം, ടീച്ച്, പഠിപ്പിക്കുക. പഠിപ്പിച്ചു, ടോട്ട്. പഠിപ്പിക്കപ്പെട്ടു, ടോട്ട്. ഓക്കെ, ടീച്ച്, taught, taught. Teach, taught, taught. V1 form, base form, teach. V2 form, past form, taught. V3 form, past participle form, taught. Okay? Teach, taught, taught. Teach, taught, taught. Teach, taught, taught. V1 form, base form, teach. V2 form, past form, taught. V3 form, past participle form, taught. Okay അല്ലേ മക്കളെ? ടീച്ച്, taught, taught. സ്പെല്ലിംഗ് ശ്രദ്ധിക്കുക. TEACH, teach. TAUGHT, taught. TAUGHT, taught. Okay? V1 form, base form, teach. V2 form, past form, taught. V3 form, past participle form, taught. Okay അല്ലേ? ഇനി നമുക്ക് പഠിപ്പിക്കുന്നു എന്ന് പറയണം അല്ലേ? പഠിപ്പിക്കുന്നു എന്നുള്ളത് ഇനി ടീച്ചർ ING ഫോം എന്ന് പറയോ? ഇല്ല. എന്ത് ഫോമാണ്? V4 ഫോം അല്ലെങ്കിൽ പ്രസന്റ് പാർട്ടിസിപ്പിൾ ഫോം. V4 അല്ലെങ്കിൽ പ്രസന്റ് പാർട്ടിസിപ്പിൾ ഫോം, അതാണ് ING ഫോം. Teach, TEACH. Taught, TAUGHT. Teaching, TEACHING. Teaching. Teach, പഠിപ്പിക്കുക. Taught, പഠിപ്പിച്ചു. Teaching,
പഠിപ്പിക്കുന്നു. ടീച്ച് പഠിപ്പിക്കുക. ടോട്ട് പഠിപ്പിച്ചു. ടീച്ചിങ് പഠിപ്പിക്കുന്നു. ടീച്ച്, ടോട്ട്, ടീച്ചിങ്. V1 form, base form, teach. V2 form, past form, taught. V3 form, past participle form, taught. V4 form, present participle form, teaching. V4 form, present participle form, teaching. Okay? Teach, taught, teaching. പഠിപ്പിക്കുക, teach. പഠിപ്പിച്ചു, taught. പഠിപ്പിക്കുന്നു, teaching. Teach, taught, teaching. സ്പെല്ലിംഗ് ഇപ്പം ടീച്ചിങ് ആവാൻ വേണ്ടി ജസ്റ്റ് ഒരു ING ടീച്ചിലോട്ട് ആഡ് ചെയ്യാനേ ഉള്ളൂ. ഭാഗ്യം. അത് പ്രത്യേകിച്ചൊന്ന് പഠിക്കാനല്ല. TAUGHT എന്നുള്ളത് തന്നെ കാര്യമായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ. പിന്നെ V5 ഫോം, തേർഡ് പേഴ്സൺ സിംഗുലർ ഫോം. തേർഡ് പേഴ്സൺ സിംഗുലർ ഫോമാണ് V5 ഫോം. അത് ES ആഡ് ചെയ്യണം. TEACHES. TEACHES അതാണ് V5 ഫോം. ഓക്കെ. ഇനി നമുക്ക് സെന്റൻസസിലോട്ട് പോകാം. Teachers often teach new concepts. Teachers often teach new concepts. എന്താണ് പറയുന്നത്? അധ്യാപകർ പലപ്പോഴും പുതിയ ആശയങ്ങൾ പഠിപ്പിക്കാറുണ്ട്, പഠിപ്പിക്കുന്നു, പഠിപ്പിക്കും. അങ്ങനെ അതായത് ഇത് ഓഫൻ നടക്കുന്ന പലപ്പോഴും നടക്കുന്ന ഒരു കാര്യമാണ് പറയുന്നത്. അധ്യാപകർ പലപ്പോഴും പുതിയ ആശയങ്ങൾ പഠിപ്പിക്കാറുണ്ട്, പഠിപ്പിക്കും, പഠിപ്പിക്കുന്നു. ഓക്കെ. ടീച്ചേഴ്സ് ഓഫൻ ടീച്ച് ന്യൂ കോൺസെപ്റ്റ്സ്. ടീച്ചേഴ്സ് ഓഫൻ ടീച്ച് ന്യൂ കോൺസെപ്റ്റ്സ്. നോക്കിയേ, ആ സെന്റൻസിൽ ഒരു വാക്കുണ്ട് അല്ലേ, ഓഫൻ, OFTEN. അതിൽ T സൈലന്റ് ആണ്. ഓക്കെ. ടീച്ചേഴ്സ് ഓഫൻ ടീച്ച് ന്യൂ കോൺസെപ്റ്റ്സ്. ഓക്കെ. Chandni taught the class yesterday. Chandni taught the class yesterday. ഇന്നലെ ചാന്ദിനി ക്ലാസ് പഠിപ്പിച്ചു. ഇന്നലെ ചാന്ദിനി ക്ലാസ് പഠിപ്പിച്ചു. ഓക്കെ. Chandni taught the class yesterday. They have taught this lesson before. They have taught this lesson before. അവർ മുമ്പ് ഈ പാഠം പഠിപ്പിച്ചിട്ടുണ്ട്. അവർ മുമ്പ് ഈ പാഠം പഠിപ്പിച്ചിട്ടുണ്ട്. They have taught this lesson before. They have taught this lesson before. Before എന്ന് പറയരുത്, before. ഓക്കെ. BEFORE ആണെങ്കിലും ആ RE അവിടെ ഒരു H ആയിട്ട് മാറുന്നു. Before. ഓക്കെ. They have taught this lesson before. He is teaching with patience and dedication. He is teaching with patience and dedication. He is teaching with patience and dedication. Patience. Patience. Shiens എന്ന് പറയരുത്, shens. Patience and dedication. Okay. He is teaching with patience and dedication. Okay. He is teaching with patience and dedication. Patience എന്നൊന്നും പറയരുത്, patience and dedication. Okay. He is teaching with patience and dedication. എന്താണ് അതിനർത്ഥം? അയാൾ ക്ഷമയോടെയും സമർപ്പണത്തോടെയും പഠിപ്പിക്കുന്നു. അവൻ ക്ഷമയോടെയും സമർപ്പണത്തോടെയും പഠിപ്പിക്കുന്നു. ഓക്കെ. He is teaching with patience and dedication. She teaches English literature. She teaches English literature.
അവൾ ഇംഗ്ലീഷ് സാഹിത്യം പഠിപ്പിക്കുന്നു. നമ്മൾ ഇവിടെ പഠിപ്പിക്കുന്ന ആളായതുകൊണ്ട് നമ്മളൊരു റെസ്പെക്റ്റിൽ പറയണം. അപ്പോൾ അവൾ എന്നൊക്കെ മാറ്റി നമുക്ക് അവർ എന്നാക്കാം. ഓക്കെ, അവർ ഇംഗ്ലീഷ് സാഹിത്യം പഠിപ്പിക്കുന്നു. ഓക്കെ, നമ്മൾ അവർ എന്ന് പറയുന്നത് നമ്മൾ ഒരു ബഹുമാനത്തിലുള്ള പറച്ചിലില്ലേ അവർ, ആ അവർ ആട്ടോ, ദയൊന്നുമല്ല, ഷീ തന്നെയാണ്. പക്ഷേ പഠിപ്പിക്കുന്ന ആളെ നമ്മൾ കുറച്ച് റെസ്പെക്റ്റ് കൊടുത്ത് പറയുന്നു എന്നേ ഉള്ളൂ. ഓക്കെ, ഷീ ടീച്ചേഴ്സ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ഓക്കെ, ഷീ ടീച്ചേഴ്സ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. നമുക്ക് സെൻറ്റൻസസ് ഒന്ന് വായിച്ചാലോ? ഓക്കെ, ടീച്ചറുടെ ഒപ്പം തന്നെ വായിക്കണേ. ഇന്ന് നമ്മൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കുറച്ച് വേർഡ്സ് നമ്മൾ എക്സ്ട്രാ നോക്കുന്നുണ്ട്. ഓക്കെ, റെഡി? 1, 2, 3. Teachers often teach new concepts. Teachers often teach new concepts. Chandni taught the class yesterday. Chandni taught the class yesterday. They have taught this lesson before. They have taught this lesson before. He is teaching with patience and dedication. He is teaching with patience and dedication. She teaches English literature. She teaches English literature. ഓക്കെ അല്ലേ? ഇതിൽ നിങ്ങൾക്ക് ഒരുപാട് പുതിയ വാക്കുകളുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം? 3 എന്ന നമ്പർ ഇട്ട് നിങ്ങളെ പേരെഴുതിയിട്ട് ആദ്യം നമ്മൾ ടീച്ച്, ടോട്ട്, ടോട്ട്, ടീച്ചിങ്, ടീച്ചേഴ്സ്. ഓക്കെ, ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ അതായത് V5 ഫോം, അതിൽ ES ചേർക്കണം. TEACHES. ഓക്കെ, അതൊന്ന് എഴുതണം. അത് കഴിഞ്ഞ് നിങ്ങൾ എന്തെഴുതണം? ഇതിൽ നിങ്ങൾക്ക് സാധാരണയായി നിങ്ങൾ ഉപയോഗിക്കാത്ത വാക്കുകൾ കാണുന്നുണ്ടാവും ഈ ഒരു സ്ക്രീനിൽ. അത് ഏതൊക്കെയെന്നൊന്ന് കമൻറ്റ് ചെയ്യണം. ഓക്കെ, ചെയ്യണം. അതിൽ ടീച്ചർക്ക് തോന്നിയത് പറയാം. കോൺസെപ്റ്റ്സ്, ദെൻ ഓക്കെ ഓഫൻ പക്ഷെ മുമ്പ് നമ്മൾ ഒരു തവണ കണ്ടു. പിന്നെ എന്താണ്? പിന്നെ ബിഫോർ നമ്മൾ കണ്ടതാണ്. എന്നിരുന്നാലും നിങ്ങൾക്കത് പുതുമ തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾ പൊതുവെ ഉപയോഗിക്കാത്തതാണെങ്കിൽ അത് എഴുതിക്കോളൂ. പേഷ്യൻസ്, ഡെഡിക്കേഷൻ, ലിറ്ററേച്ചർ അല്ലേ? ഇതൊക്കെ കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഉച്ചാരണമുള്ള, നിങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധ കൊടുക്കേണ്ട വാക്കുകളാണ്. ഇത് നിങ്ങൾ കമൻറ്റിൽ എഴുതുക. ഓക്കെ, എല്ലാവരും എഴുതി കഴിഞ്ഞു, കമൻറ്റ് ചെയ്തു കഴിഞ്ഞു എന്ന് കരുതുന്നു. ഇനി നമുക്ക് പുതിയ വാക്ക് നോക്കാം. എന്താണ് പുതിയ വാക്ക്? കൊണ്ടുവരിക. ബ്രിങ്, കൊണ്ടുവരിക. ബ്രിങ്, കൊണ്ടുവരിക. ബ്രിങ്, BRING. നമ്മൾ റിങ് എന്ന് പറയുന്നതിൽ ഒരു ബി ആഡ് ചെയ്യുന്നു അല്ലേ? ബ്രിങ്, ബ്രിങ്, ബ്രിങ്. കൊണ്ടുവരിക, ബ്രിങ്. ആ ചിത്രം നോക്കൂ. ഒരു ബോയ്, ലെഫ്റ്റ് സൈഡിലെ ബോയ് എന്താ ചെയ്യുന്നത്? ഹി ഈസ് ബ്രിങ്ങിങ് ബുക്സ്. ഹി ഈസ് ബ്രിങ്ങിങ് ബുക്സ്. ആ ലേഡി എന്താ ചെയ്യുന്നത്? ഷീ ഈസ് ബ്രിങ്ങിങ് ഗ്രോസറീസ്. ഷീ ഈസ് ബ്രിങ്ങിങ് ഗ്രോസറീസ്. ആ ഒരു ഒരു യെല്ലോ ടീയും ഷോർട്ട്സും ഇട്ടിട്ടുള്ള ആ ബോയ് എന്താ ചെയ്യുന്നുള്ളത്? ഹി ഈസ് ബ്രിങ്ങിങ് ഗിഫ്റ്റ്സ് അല്ലേ? അങ്ങനെ 3 പേര് എന്തൊക്കെയായിട്ട് കൊണ്ടുവരുന്നുണ്ട് അല്ലേ? അപ്പൊ കൊണ്ടുവരിക, ബ്രിങ്. ഓക്കെ, കൊണ്ടുവരിക, ബ്രിങ്, BRING. ബ്രിങ്, 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 കൊണ്ടുവരിക. ഇനി കൊണ്ടുവന്നു എന്ന് എങ്ങനെ പറയാം? ബ്രോട്ട്, BROUGHT. നമ്മൾ ടോട്ട് എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ബ്രോട്ട് എന്ന് പറയാം. പക്ഷെ അക്ഷരത്തിൽ കുറച്ച് വ്യത്യാസമുണ്ട്. ടോട്ടിൽ TAUGHT ആയിരുന്നു, ബ്രോട്ടിൽ BROUGHT. ബ്രോട്ട്, ബ്രിങ്, ബ്രോട്ട്, ബ്രോട്ട്. കൊണ്ടുവരിക, ബ്രിങ്. കൊണ്ടുവന്നു, ബ്രോട്ട്. കൊണ്ടുവരപ്പെട്ടു, ബ്രോട്ട്. V3 ഫോം. V1 ഫോം ബേസ് ഫോം ബ്രിങ്. V2 ഫോം പാസ്റ്റ് ഫോം ബ്രോട്ട്. V3 ഫോം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ബ്രോട്ട്. ബ്രിങ്, ബ്രോട്ട്, ബ്രോട്ട്. ബ്രിങ്, ബ്രോട്ട്, ബ്രോട്ട്. V1 ഫോം ബേസ് ഫോം ബ്രിങ്. V2 ഫോം പാസ്റ്റ് ഫോം ബ്രോട്ട്. V3 ഫോം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ബ്രോട്ട്. ബ്രിങ്, ബ്രോട്ട്, ബ്രോട്ട്. V1 form base form bring. V2 form past form brought. V3 form past participle form brought. Okay.
നമ്മൾ V1 V2 V3 പഠിച്ചു അല്ലേ. ഇനി V4 എന്താണ്? ബ്രിങ്ങിന്റെ ബ്രിങ്ങിങ് 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 BRING bringing. V4 form present participle form bringing. V1 form base form bring. V2 form past form brought. V3 form past participle form brought. V4 form present participle form bringing. V4 form present participle form bringing. ഇനി V5 form third person singular form brings. BRINGS brings. V5 form. Okay. Bring കൊണ്ടുവരിക, brought കൊണ്ടുവന്നു, bringing കൊണ്ടുവരുന്നു. കൊണ്ടുവരിക bring, കൊണ്ടുവന്നു brought, കൊണ്ടുവരുന്നു bringing. Bring കൊണ്ടുവരിക, brought കൊണ്ടുവന്നു, bringing കൊണ്ടുവരുന്നു. Bring കൊണ്ടുവരിക, brought കൊണ്ടുവന്നു, bringing കൊണ്ടുവരുന്നു. ഓക്കെ അല്ലേ? ഇനി നമുക്ക് സെന്റൻസസിലോട്ട് പോകാം. We bring joy to every celebration. We bring joy to every celebration. ഇവിടെയും ബ്രേ എന്ന് പറഞ്ഞിട്ടാണ് ഷൻ. ഓക്കെ. We bring joy to every celebration. നമ്മൾ അല്ലെങ്കിൽ ഞങ്ങൾ എല്ലാ ആഘോഷങ്ങളിലും സന്തോഷം കൊണ്ടുവരുന്നു. ഞങ്ങൾ എല്ലാ ആഘോഷങ്ങളിലും സന്തോഷം കൊണ്ടുവരുന്നു. ഓക്കെ. We bring joy to every celebration. She brought a delicious cake to the party. She brought a delicious cake to the party. She brought a delicious cake to the party. അവൾ പാർട്ടിക്ക് ഒരു രുചികരമായ കേക്ക് കൊണ്ടുവന്നു. ഓക്കെ. അവൾ പാർട്ടിക്ക് ഒരു രുചികരമായ കേക്ക് കൊണ്ടുവന്നു. ഈ ഡെലിഷ്യസ് കേക്ക് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലോ അതിന് മുന്നത്തെ ക്ലാസ്സിലോ എങ്ങാനും കണ്ടിരുന്നു. 17 or 16, I think 17. ഓക്കെ. അത് മെയ്ഡാന്ന് തോന്നുന്നു, ഉണ്ടാക്കിയെന്നാണ് തോന്നുന്നു. ഇത് നമ്മൾ കൊണ്ടുവന്നു എന്നാണ് ഇതിൽ പറയുന്നുള്ളത്. ഷീ ബ്രോട്ട്, അവൾ കൊണ്ടുവന്നു. എ ഡെലിഷ്യസ് കേക്ക്, ഒരു രുചികരമായ കേക്ക്. ടു ദ പാർട്ടി, പാർട്ടിക്ക് വേണ്ടി അല്ലെങ്കിൽ പാർട്ടിയിലേക്ക്. ഓക്കെ. ഷീ ബ്രോട്ട് എ ഡെലിഷ്യസ് കേക്ക് ടു ദ പാർട്ടി. അവൾ പാർട്ടിക്ക് ഒരു രുചികരമായ കേക്ക് കൊണ്ടുവന്നു. They have brought all the necessary supplies. ആവശ്യമായ എല്ലാ സാധനങ്ങളും അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ആവശ്യമായ എല്ലാ സാധനങ്ങളും അവർ കൊണ്ടുവന്നിട്ടുണ്ട്. They have brought all the necessary supplies. They have brought all the necessary supplies. Okay? Bringing people together is one of her strengths. Bringing people together is one of her strengths. ആളുകളെ ഒരുമിച്ച് കൊണ്ടുവരിക എന്നത് അവളുടെ ശക്തികളിൽ ഒന്നാണ്. വൺ ഓഫ് ഹെർ സ്ട്രെങ്ത്സ്. അതൊന്ന് ശ്രദ്ധിക്കൂ. വൺ എന്ന് പറയുന്നു, സ്ട്രെങ്ത്സ് ശക്തികളിൽ ഒരെണ്ണം. അവളുടെ ഹെർ സ്ട്രെങ്ത്സ്, അവളുടെ ശക്തികളിൽ ഒരെണ്ണം. വൺ ഓഫ് ഒരെണ്ണം. ഏതിൽ നിന്നൊരെണ്ണം? ഹെർ സ്ട്രെങ്ത്സ്, അവളുടെ ശക്തികളിൽ നിന്നും ഒരെണ്ണം. ഓക്കെ. പറയുന്നത് എന്താണ്? ആളുകളെ ഒരുമിച്ച് കൊണ്ടുവരിക എന്നത് അവളുടെ ശക്തികളിൽ നിന്നും ഒരെണ്ണമാണ്. ഇതിപ്പോ നമ്മൾ വേറൊരു രീതിയിൽ അറേഞ്ച് ചെയ്താണ്. ബ്രിങ്ങിങ്ങും ഇസും വേറെ വേറെ സ്ഥലത്താണുള്ളത് അല്ലെ, അടുപ്പിച്ചിട്ടല്ല ഉള്ളത്. ഒരു വേറൊരു രീതിയിൽ ആ സെന്റൻസ് എഴുതിയിട്ടുള്ളത്. ഓക്കെ. സാധാരണ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന രീതിയിലല്ല അത് എഴുതിയിട്ടുള്ളത്. ഓക്കെ. ബ്രിങ്ങിങ് പീപ്പിൾ ടുഗെദർ is one of her strengths. Bringing people together is one of her strengths. Merlin always brings thoughtful gifts. Merlin always brings thoughtful gifts. മെർലിൻ എപ്പോഴും ചിന്തനീയമായ സമ്മാനങ്ങൾ കൊണ്ടുവരുന്നു. അതായത് എപ്പോഴും ഭയങ്കര തോട്ട്ഫുൾ, അതായത് ചിന്തിച്ച് തിരഞ്ഞെടുത്ത് കൊണ്ടുവരുന്നത്. അതായത് ഒരാൾക്ക് ആവശ്യം, ഇന്ന പ്രായത്തിലുള്ള ഇന്ന ഒരാളുടെ താല്പര്യം,
5 വയസ്സുള്ള കുട്ടി, ആ കുട്ടിയെ ഞാൻ ശ്രദ്ധിക്കുന്നു, ആ കുട്ടിക്ക് എന്താണ് ഇഷ്ടം എന്നൊക്കെ ചിന്തിച്ച് അവളുടെ ആവശ്യത്തിലേക്ക് ചിന്തിച്ച് കൊണ്ടുവരുന്നു, അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, മെർലിൻ ഓൾവേസ് ബ്രിങ്സ് thoughtful gifts. അതെന്താണ് ശരിക്കും മെർലിൻ്റെ ഒരു സ്വഭാവമാണ് പറയുന്നത്. തേർഡ് പേഴ്സൺ സിംഗുലർ, ബ്രിങ്സ്. ഓക്കെ, മെർലിൻ ഓൾവേസ് ബ്രിങ്സ് thoughtful gifts. അവിടെ V5 ഫോം ആണ് യൂസ് ചെയ്യും. ഓക്കെ, ഇപ്പൊ നമുക്ക് V4ഉം V5 ഒക്കെ വന്നില്ലേ, ഇനിയിപ്പോൾ പറയാലോ അല്ലേ. ഓക്കെ, അപ്പോൾ ടീച്ചറെ വായിക്കുമ്പോൾ കൂടെ വായിക്കുക. ഓക്കെ, 2 പ്രാവശ്യം വായിക്കാം. We bring joy to every celebration. We bring joy to every celebration. She brought a delicious cake to the party. She brought a delicious cake to the party. They have brought all the necessary supplies. They have brought all the necessary supplies. Bringing people together is one of her strengths. Bringing people together is one of her strengths. Merlin always brings thoughtful gifts. Merlin always brings thoughtful gifts. ഓക്കെ അല്ലേ? ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? അടുത്ത നമ്പർ ഇട്ട് നിങ്ങളുടെ പേരും bring, brought, brought, bringing, brings അത് എഴുതണം. V1, V2, V3, V4, V5. എന്നിട്ട് എന്തുകൂടി അത് ഒരു കമൻറ്റ്, പിന്നെ അതിനുശേഷം ഒരു കമൻറ്റ് കൂടി ഇടണം. ആ കമൻറ്റിൽ എന്താ എഴുതേണ്ടത്? നിങ്ങൾ ഈ സ്ക്രീനിലുള്ള നിങ്ങൾ ഇതുവരെ ഉപയോഗിക്കാത്ത, ഇതുവരെ മീൻസ് സ്കൂളിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ മുൻപ് ഉപയോഗിച്ചിട്ടുണ്ടാവും, പക്ഷെ ഇപ്പം നമ്മൾ ക്ലാസ്സസിലൊന്നും ഉപയോഗിക്കാത്ത എന്താണ് ചില വാക്കുകൾ അത് എടുത്തെഴുതുക. ഓക്കെ, ന്യൂ വേർഡ്സ്. ഓക്കെ, ന്യൂ വേർഡ്സ് ടൈപ്പ് ചെയ്യാം. ഓക്കെ അല്ലേ? നമുക്ക് അടുത്ത വാക്കിലേക്ക് പോകാം. ഓക്കെ, എല്ലാവരും കമൻ്റ് ഇട്ടെന്ന് വിചാരിക്കുന്നു. പുതിയ വാക്കുകളും കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മളിപ്പോൾ പഠിച്ച വാക്കിൻ്റെ V1, V2, V3, V4, V5ഉം കമൻറ്റ് ചെയ്യണം. ഓക്കെ, ഇതൊക്കെ ഞാൻ ചെക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലാവുന്നുണ്ടോ എന്ന് അറിയില്ല, ഞാൻ ചെക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്തായാലും അടുത്ത വാക്കാണ് വാങ്ങുക. ബൈ. ഞാൻ 2 ഇമേജ് ഇവിടെ ഇട്ടിട്ടുണ്ട്. ലെഫ്റ്റിലൊരു ഷോപ്പിംഗ് കാർട്ടാണ്, മറ്റൊന്നിൽ എന്താണ് ഒരു ലേഡി ഷോപ്പിംഗ് കാർട്ട് ഇങ്ങനെ തള്ളി നടക്കുകയാണ് അല്ലേ. അതിനകത്ത് എന്തൊക്കെയോ കളർഫുള്ളായിട്ട് സാധനങ്ങളൊക്കെ കാണുന്നുണ്ട് അല്ലേ. നമ്മൾ വാങ്ങുക എന്ന് പറയുമ്പോഴേ നമുക്ക് എപ്പോഴും ഈ ഒരു സംഭവങ്ങൾ തന്നെയാണ് ഓർമ്മ വരിക. പക്ഷേ പണം കൊടുത്ത് വാങ്ങുക അല്ലാത്ത അർത്ഥത്തിലും എന്നല്ലാത്ത അർത്ഥത്തിലും നമ്മൾ ബൈ എന്നുള്ള വാക്ക് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, എന്തായാലും ഇവിടെ നമ്മൾ എന്താണ് വാങ്ങുക എന്നുള്ള അർത്ഥം വെച്ച് നമുക്ക് മുന്നോട്ട് പോകാം. ഓക്കെ, വാങ്ങുക, ബൈ. ബൈ ബൈ അല്ല കേട്ടോ, ബൈ അല്ല, ബൈ 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 അതല്ല, ഇത് ബൈ. ബൈ, BUY, ബൈ. ഓക്കെ, വാങ്ങുക, ബൈ, BUY, വാങ്ങുക. മേടിക്കുക എന്നൊക്കെ പറയില്ലേ, അതാണ് ബൈ. ശരിക്കും മേടിക്കുക, വാങ്ങുക എന്നുള്ളതൊക്കെ ഒരേ അർത്ഥമാണ്. ബൈ, BUY, ബൈ. നമ്മൾ ചിലപ്പോൾ കളവ് പറയുമ്പോഴൊക്കെ പറയില്ലേ, ഐ വിൽ നോട്ട് ബൈ ദിസ്, ഞാനിത് വാങ്ങില്ല. അത് പണം കൊടുത്ത് വാങ്ങുന്നതല്ല, കളവ്. അതായത് നീ പറഞ്ഞത് ഞാൻ വിശ്വസിക്കില്ല എന്ന് പറയുന്ന രീതിയിലാണ്. അങ്ങനെയും നമ്മളിത് ഉപയോഗിക്കുക. അതാണ് ഞാൻ വേറൊരു രീതിയിലും ഉപയോഗിക്കാറുണ്ട് എന്ന് പറഞ്ഞത്, അതാണ്. ഇനി കൺഫ്യൂഷൻ ആവണ്ട. ബൈ. ഓക്കെ, വാങ്ങുക. അതായത് നിങ്ങൾ ഇത് പറഞ്ഞ കാര്യം ഞാൻ വാങ്ങുന്നില്ല എന്ന് പറയുന്നില്ലേ, അത് വാങ്ങുന്നില്ല എന്ന് പൈസ കൊടുത്ത് വാങ്ങുന്നില്ല എന്നല്ല, ഞാനത് വിശ്വസിക്കുന്നില്ല, ഞാനത് സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് അർത്ഥം. നിങ്ങൾ കളവാണ് പറയുന്നത് എനിക്ക് പൂർണ്ണമായ ധാരണയുണ്ട് എന്നുള്ള ഉദ്ദേശം. ഓക്കെ, അപ്പം നമുക്ക് വാങ്ങിച്ചു എന്ന് നോക്കിയാലോ. ബോട്ട്, BOUGHT, BOUGHT. നമ്മൾ ബ്രിങ്, ബ്രോട്ട് എന്ന് പറയുമ്പോൾ BROUGHT. ബൈ, ബോട്ട് എന്നിലേക്ക് വരുമ്പോൾ R എടുത്ത് കളഞ്ഞ അതേ സെയിം സ്പെല്ലിംഗ്. ഓക്കെ, സെയിം സ്പെല്ലിംഗ്. BOUGHT, ബോട്ട്. ബൈ, ബോട്ട്, ബോട്ട്. ബൈ, ബോട്ട്, ബോട്ട്. ഓക്കെ, ബൈ, ബോട്ട്, ബോട്ട്. ഓക്കെ, വാങ്ങുക, വാങ്ങിച്ചു, വാങ്ങിക്കപ്പെട്ടു. ഓക്കെ, V1 ഫോം ബേസ് ഫോം ബൈ, V2 form past form bought, V3 form past participle form bought. Buy, bought, bought. V1 form base form buy, V2 form past form bought, V3 form past participle form bought. Buy, bought, bought. Buy, bought, bought. ഇനി നമുക്ക് വാങ്ങുന്നു എന്ന് നോക്കണ്ടേ. BUYING, BUYING. Buying, 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 buying. Buying എന്ന് പറയരുത്, buying. ഓക്കെ, buying. നമ്മൾ പ്ലേയിങ്, പ്രേയിങ് എന്ന് പറഞ്ഞിട്ടില്ലേ, അതുപോലെ തന്നെ buying. ഓക്കെ, buy, bought,
buying. V1 form base form buy, V2 form past form bought, V3 form past participle form bought, V4 form present participle form buying. V5 form third person singular form buys, B-U-Y-S, B-U-Y-S, buys. Okay, buy, bought, buying, buys. V1, V2, V3, V4, V5. Okay, V1 form base form buy, V2 form past form bought, V3 form past participle form bought, V4 form present participle form buying, V5 form third person singular form buys, B-U-Y-S. Okay, okay അല്ലേ? ബൈയിങ് വാങ്ങുന്നു, ബൈ വാങ്ങുക, ബോട്ട് വാങ്ങി, ബൈയിങ് വാങ്ങുന്നു. ഓക്കെ, വാങ്ങുന്നു. ബൈ, ബോട്ട്, ബൈയിങ്. ഇനി നമുക്ക് സെന്റൻസസിലോട്ട് പോയാലോ? I need to buy groceries tomorrow. I need to buy groceries tomorrow. നാളെ എനിക്ക് പലചരക്ക് സാധനങ്ങൾ വാങ്ങാനുണ്ട്. Okay, I need to buy groceries tomorrow. She bought a new dress yesterday. She bought a new dress yesterday. അവൾ ഇന്നലെ ഒരു പുതിയ ഡ്രസ്സ് അല്ലെങ്കിൽ വസ്ത്രം വാങ്ങി. അവൾ ഇന്നലെ ഒരു പുതിയ വസ്ത്രം വാങ്ങി. Past form. Okay. She bought a new dress yesterday. He has bought tickets for the concert. He has bought tickets for the concert. അവൻ കച്ചേരിക്കുള്ള ടിക്കറ്റുകൾ വാങ്ങിയിട്ടുണ്ട്. ഓൾറെഡി വാങ്ങിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇപ്പോൾ പറയണം വാങ്ങണമെന്ന് ചോദിക്കുമ്പോൾ ഇല്ല, വാങ്ങിക്കഴിഞ്ഞു. ഹാസ് ബോട്ട്. He has bought tickets for the concert. He has bought tickets for the concert. അവൻ കച്ചേരിക്കുള്ള ടിക്കറ്റുകൾ വാങ്ങിയിട്ടുണ്ട്. He has bought tickets for the concert. Buying fresh produce is important for a healthy diet. Buying fresh produce is important for a healthy diet. ആരോഗ്യകരമായ ഭക്ഷണത്തിന് അല്ലെങ്കിൽ ഭക്ഷണക്രമത്തിന്, ഡയറ്റ്, ഭക്ഷണക്രമം. ഓക്കെ, പുതിയ പഴങ്ങൾ വാങ്ങുന്നത് പ്രധാനമാണ്. പഴങ്ങൾ എന്നല്ല, ഫ്രഷ് പ്രൊഡ്യൂസ് എന്ന് പറയുന്ന സമയത്ത് പുതിയതായിട്ടുള്ള എന്ത് കാര്യങ്ങളും വളർത്തിയെടുത്തിട്ടുള്ള, ലൈക്ക് ഇപ്പം പച്ചക്കറികളായാലും ഫ്രൂട്ട്സ് ആയാലും ഒക്കെ ഉൾപ്പെടും. ഓക്കെ, ബൈയിങ് ഫ്രഷ് പ്രൊഡ്യൂസ്, അതായത് പുതുമയുള്ള അല്ലെങ്കിൽ ഫ്രഷായ പച്ചക്കറികളും പഴങ്ങളും വാങ്ങുന്നത് ഒരു ആരോഗ്യകരമായ ഭക്ഷണക്രമത്തിന് പ്രധാനപ്പെട്ടതാണ്. അതാണ് അതിൻ്റെ ശരിയായ സമ്മറൈസ്ഡ് അർത്ഥം. ഓക്കെ, ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറികളും ഇതും ലൈക്ക് ഫ്രൂട്ട്സും. ഓക്കെ, ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സും. പ്രൊഡ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉൽപ്പാദിപ്പിക്കുന്ന കാര്യങ്ങൾ, ഉൽപ്പന്നങ്ങൾ. അത് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഈ പച്ചക്കറികളും ഫ്രൂട്ട്സുമാണ്. ഓക്കെ, അപ്പോൾ ബൈയിങ് ഫ്രഷ് പ്രൊഡ്യൂസ് ഇസ് ഇമ്പോർട്ടൻറ്റ് ഫോർ എ ഹെൽത്തി ഡയറ്റ്. ആരോഗ്യകരമായ ഒരു ഭക്ഷണക്രമത്തിന് ഫ്രഷ് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, ആരോഗ്യകരമായ ഭക്ഷണക്രമത്തിന് ഫ്രഷ് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ടതാണ്. വളരെയെന്ന് വേണ്ട, പ്രധാനപ്പെട്ടതാണെന്ന് മതി. വെരി ഇമ്പോർട്ടൻ്റ് ആകുമ്പോഴാണ് വളരെ പ്രധാനപ്പെട്ടത്. ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്ന സമയത്ത് പ്രധാനപ്പെട്ടത്. ബൈയിങ് ഫ്രഷ് പ്രൊഡ്യൂസ് ഇസ് ഇമ്പോർട്ടൻറ്റ് ഫോർ എ ഹെൽത്തി ഡയറ്റ്. മൈ ബ്രദർ ബൈസ് കോഫി എവറി മോർണിംഗ്. മൈ ബ്രദർ ബൈസ് കോഫി എവറി മോർണിംഗ്. എൻ്റെ സഹോദരൻ എല്ലാ ദിവസവും രാവിലെ കാപ്പി വാങ്ങും. മൈ ബ്രദർ ബൈസ് കോഫി എവറി മോർണിംഗ്. ഓക്കെ, ഇനി ടീച്ചറിൻ്റെ കൂടെ ഒന്ന് സെൻറ്റൻസസ് വായിച്ചാലോ? ഓൺലി 2 times. ഓക്കെ, I need to buy groceries tomorrow. I need to buy groceries tomorrow. She bought a new dress yesterday.
She bought a new dress yesterday. He has bought tickets for the concert. He has bought tickets for the concert. Buying fresh produce is important for a healthy diet. Buying fresh produce is important for a healthy diet. My brother buys coffee every morning. My brother buys coffee every morning. അപ്പോൾ എന്ത് ചെയ്യണം? അടുത്ത അറ്റൻഡൻസ് ഇടുക, നമ്പർ ഇടുക, നിങ്ങളുടെ പേര് എഴുതുക, എന്നിട്ട് ബൈ, ബോട്ട്, ബൈയിങ്, ബൈസ് അതെഴുതുക. അതൊരു കമൻറ്റ്. അടുത്തതിൽ വീണ്ടും ഒരു കമൻറ്റ് ഇടുക. അതിലെന്ത് എഴുതണം? ഈ സ്ക്രീനിനകത്ത് നിങ്ങൾക്ക് പുതിയ വാക്കുകളായിട്ട്, ഉച്ചാരണം കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ട് തോന്നുന്ന വാക്കുകളായിട്ട് ഏതൊക്കെ കാണുന്നു അതൊക്കെയും അവിടെ ടൈപ്പ് ചെയ്യണം. ഇത് ആവശ്യമാണ്, നിർബന്ധമായും ചെയ്യണം. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പുതിയ വാക്കുകളും അവിടെ ടൈപ്പ് ചെയ്ത് വിടാം. ഓക്കെ, ഇനി നമുക്കൊന്ന് ഓടിച്ചു വിടാം അല്ലേ, ഏതൊക്കെ വാക്കുകളാണ് പഠിച്ചതെന്ന്. ഏതൊക്കെ വാക്കുകൾ പഠിച്ചു? ടീച്ച്, ബ്രിങ്, ബൈ. അതിൻ്റെ V1, V2, V3, V4, V5 നമുക്ക് പറയാലോ. ടീച്ച്, ടോട്ട്, ടീച്ചിങ്, ടീച്ചേഴ്സ്. ബ്രിങ്, ബ്രോട്ട്, ബ്രിങ്ങിങ്, ബ്രിങ്സ്. Buy, bought, buying, buys. പഠിപ്പിക്കുക, ടീച്ച്. പഠിപ്പിച്ചു, taught. പഠിപ്പിക്കുന്നു, ടീച്ചിങ്. കൊണ്ടുവരിക, bring. കൊണ്ടുവന്നു, brought. കൊണ്ടുവരുന്നു, bringing. ഓക്കെ, ഈ 3 വാക്കുകളാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ഇപ്പം തന്നെ കമൻറ്റിലൊന്ന് എഴുതിയേ ഈ 3 വാക്കും അതിൻ്റെ V1, V2, V3, V4, V5 ഫോം വേഗം ടൈപ്പ് ചെയ്തേ. ഒരു മടിയും വേണ്ട, വേഗം ടൈപ്പ് ചെയ്തോളൂ. ഓക്കെ, ടീച്ച്, ടോട്ട്, ടീച്ചിങ്, ടീച്ചേഴ്സ്. ബ്രിങ്, ബ്രോട്ട്, ബ്രിങ്ങിങ്, ബ്രിങ്സ്. ബൈ, ബോട്ട്, ബൈയിങ്, ബൈസ്. ഓക്കെ, എല്ലാവരും ടൈപ്പ് ചെയ്തല്ലോ, കമൻറ്റ് ചെയ്തല്ലോ. ഇനി നമുക്ക് എല്ലാ വാക്കുകളും ഒന്ന് ഓടിച്ചു വിടാം അല്ലേ. ഇതുവരെ നമ്മൾ എല്ലാ ക്ലാസ്സസിലും കൂടി പഠിച്ച എല്ലാ വാക്കുകളും ഒന്ന് നോക്കാം. റെഡിയല്ലേ? ഓക്കെ, നമ്മൾ ഒന്ന് ഓടിക്കുകയാണ്. അപ്പോൾ എല്ലാവരും റെഡിയല്ലേ? V1, V2, V3, V4, V5. ഓക്കെ, എല്ലാം പറയണം. ഓക്കെ, നമുക്ക് തുടങ്ങാം. റെഡി? 1, 2, 3, start. Run, running runs. Jump, jumped, jumping jumps. Eat, ate, eaten, eating eats. Brush, brushed, brushing brushes. Read, read, reading reads. Drink, drank, drinking drinks. Wash, washed, washing washes. Play, played, playing plays. Sit, sat, sitting sits. Walk, walked, walking walks. Go, went, gone, going goes. Come, came, coming comes. Climb, climbed, climbing climbs. Fly, flew, flown, flying flies. Swim, swam, swimming swims. Tear, tore, torn, tearing tears. Cook, cooked, cooking cooks. Cut, cutting cuts. Write, wrote, written, writing writes. Learn, learnt, learning learns. Stand, stood, standing stands. Sleep, slept, sleeping sleeps. Dance, danced, dancing dances. Sing, sang, sung, singing sings. Pray, prayed, praying prays. Draw, drew, drawn, drawing draws. Wear, wore, worn, wearing wears. Put, putting puts. Take, took, taken, taking takes. See, saw, seen, seeing sees. Watch, watched, watching watches. Grow, grew, grown, growing grows. Comb, combed, combing combs. Beat, beaten, beating beats.
hit, 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 hitting hits. Kick, kicked, kicked, kicking kicks. Prepare, prepared, prepared, preparing, prepares. ശ്രദ്ധിക്കുക. Make, made, made, making, makes. ഓക്കെ, പ്രിപ്പയർ എന്നുള്ളത് പറയുമ്പോൾ ഒന്ന് ശരിക്കും ശ്രദ്ധിച്ച് തന്നെ ഉച്ചരിക്കുക. ഇത് കൂടാതെ നമ്മൾ ഇന്ന് പഠിച്ച 3 എണ്ണം: ടീച്ച്, ടോട്ട്, ടോട്ട്, ടീച്ചിങ്, ടീച്ചേഴ്സ്. ബ്രിങ്, ബ്രോട്ട്, ബ്രോട്ട്, ബ്രിങ്ങിങ്, ബ്രിങ്സ്. ബൈ, ബോട്ട്, ബോട്ട്, ബൈയിങ്, ബൈസ്. ഓക്കെ അല്ലേ? അങ്ങനെ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചു അല്ലേ? മെല്ലെ മെല്ലെയാണ് പഠിക്കുന്നതെങ്കിലും ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ഇന്ന് ഒരുപാട് ന്യൂ വേർഡ്സ് പഠിച്ചു. ഓക്കെ, അപ്പോൾ അതൊക്കെ നിങ്ങൾ കമൻറ്റിൽ ഇട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ചെക്ക് ചെയ്യും. അപ്പോൾ ബാക്കിയുള്ള ഹോംവർക്ക്സ് ഒക്കെ ടീച്ചർ ഗ്രൂപ്പിൽ തരാം. എല്ലാവർക്കും ഹാപ്പി ലേണിംഗ്.